എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിജി തോമസ്. ഇന്നൊരു പുതിയ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പ്രസംഗം എങ്ങനെ കാഴ്ചവെക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല പ്രസംഗം കാഴ്ചവെക്കാനെ കൊണ്ട് വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല പ്രസംഗം കാഴ്ചവെക്കാൻ കൊടുക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ്: ഒന്ന്, നമ്മുടെ വേദിയെക്കുറിച്ച്; രണ്ട്, നമ്മുടെ സദസ്സിനെക്കുറിച്ച്. സ്റ്റേജും ഓഡിയൻസും, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രസംഗം കാഴ്ചവെക്കാൻ കൊടുക്കും. അതായത് നമ്മൾ ആരോടാണ് സംസാരിക്കുന്നതെന്നും നമ്മുടെ മുന്നിലിരിക്കുന്നത് ആരാണെന്നുമുള്ള ഒരു മനഃശാസ്ത്രം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മനഃശാസ്ത്രം നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല പ്രസംഗം കാഴ്ചവെക്കാൻ കൊടുക്കും. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ പ്രസംഗിക്കാനെ കൊണ്ട് പോകുന്ന സ്ഥലത്ത് കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്നവർ, അതുപോലെ തന്നെ പ്രായമായവർ, അതുപോലെ തന്നെ സാധാരണക്കാരായവർ, അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്റ്റേജ് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ലെവലിനനുസരിച്ച് നമ്മുടെ ഭാഷ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മൾ അവർക്ക് അതിനുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ആ പ്രസംഗം വിജയിക്കത്തുള്ളൂ. നമ്മൾ പോകുന്നതായ സ്ഥലം, നമ്മൾ പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി ചെല്ലുന്നതായ സ്ഥലത്ത് അധ്യാപകരോ അല്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരോ അല്ലെന്നുണ്ടെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആളുകളോ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ആളുകളോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയുന്നതായ ഭാഷയുടെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തുകയും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതായ വിഷയങ്ങൾ അറിയാവുന്ന കുറേ ആൾക്കാരാണ് നമ്മുടെ മുന്നിലിരിക്കുന്നതെങ്കിൽ നമ്മുടെ ആ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം. ഏറ്റവും ലാസ്റ്റിൽ പറഞ്ഞ, അതായത് സാധാരണക്കാരാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രസംഗം തുടങ്ങാം. അപ്പോൾ നമ്മൾ പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി ചെല്ലുന്നതായ സ്ഥലത്തെ ആളുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മനസ്സിലായി? നമ്മളിപ്പം സംസാരിക്കാനെ കൊണ്ട് വേണ്ടി ചെല്ലുന്നതായ സ്ഥലത്തെ ആളുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ബോധവാന്മാരായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രസംഗം അവിടെ നല്ല രീതിയിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനെ കൊണ്ട് സാധിക്കും. ഇപ്പം നമ്മളിപ്പോൾ പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി പോകുന്ന സ്ഥലത്തെ ആളുകൾക്ക് പ്രചോദനമാണ് വേണ്ടതെങ്കിൽ, അതായത് മോട്ടിവേഷനാണ് വേണ്ടതുണ്ടെങ്കിൽ അവിടെ മോട്ടിവേഷനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ പോകുന്നതായ സ്ഥലത്ത് സംസാരിക്കാനെ കൊണ്ടിരിക്കുന്ന വിഷയം അറിവിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അറിവ് പറഞ്ഞു കൊടുക്കേണ്ടടുത്ത് മോട്ടിവേഷൻ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അപ്പം അറിവ് പറയേണ്ട സ്ഥലത്ത് അറിവിനെക്കുറിച്ച്, നോളജ് പരമായ കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യം. നമ്മൾ പോകുന്നത് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മൾ സംസാരിക്കാനെ കൊണ്ട് വേണ്ടി പോകുന്നത് ബിസിനസ്സിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് അവർക്ക് കുറച്ചുകൂടെ ബിസിനസ്സിനെ പറ്റി കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കും. നമ്മൾ പോകുന്നതായ സ്ഥലം എൻ്റർടൈൻമെൻറ്റ്, അതായത് വിനോദ കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെങ്കിൽ അവിടെ ആ കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ പോകുന്നതായ സ്ഥലം, പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി ചെല്ലുന്നതായ സ്ഥലത്തെ ആളുകൾ സാധാരണ ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക്
പ്രസംഗം തുടങ്ങാൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ആരുടെ മുന്നിലാണോ നമ്മൾ പ്രസംഗവുമായിട്ട് ചെല്ലുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പ്രസംഗിക്കാനെ കൊണ്ട് ചെല്ലുന്നത്, അവിടെ നമ്മൾ ഏത് രീതിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രസംഗം വിജയിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആളുകളുടെ ഇടയിലേക്ക് എത്തും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ വേദിയെക്കുറിച്ചും നമ്മുടെ സദസ്സിനെക്കുറിച്ചും നമ്മൾ ബോധവാന്മാരായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിരിക്കണം. നമ്മൾ ചെല്ലുന്നതായ സ്ഥലത്തെക്കുറിച്ച് ഏത് രീതിയിൽ നമ്മളതിനെ ഉൾക്കൊള്ളാൻ കഴിയും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മുന്നേ നമ്മുടെ പ്രസംഗം വിജയിപ്പിക്കാനെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് നേരത്തെ തന്നെ നമുക്കൊരു മനഃശാസ്ത്രം ഉണ്ടായിരിക്കണം, അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പോയെങ്കിൽ മാത്രമേ നമ്മുടെ പ്രസംഗം ആളുകൾക്ക് ഇഷ്ടപ്പെടുകയുമുള്ളൂ, അതുപോലെ തന്നെ നമ്മുടെ പ്രസംഗം വിജയിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ സദസ്സും അതുപോലെ തന്നെ നമ്മുടെ വേദിയും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അറിയേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായിട്ട് വരണം. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക്, പ്രസംഗിക്കാനെ കൊണ്ട് വേണ്ടി പുതിയതായിട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ് ഞാൻ ഇന്നെടുത്തത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്.